ദൈവസാന്നിധ്യത്താൽ വളരെ അനുഗ്രഹീതമായ ഈ സമയത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. MBAയുടെ ഈ 10ാമത് കോൺഫറൻസിൽ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗ്യമായി, പദവിയായി കണക്കാക്കുകയും ഈ ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച MBAയുടെ ഭാരവാഹികളോട് പ്രാരംഭമായി തന്നെ കർത്താവിൻ്റെ നാമത്തിൽ ഹൃദയംഗമമായ നന്ദി പറയുകയും ചെയ്യുന്നു. MBAക്ക് ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സജി മാത്യു അവറുകൾ, വൈസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ TS മാത്യു, സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ ദാസൻ വർക്ക് ഈപ്പൻ, ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രദർ KT തോമസ്, യൂത്ത് കോർഡിനേറ്ററായിരിക്കുന്ന ബ്രദർ ഗാഡ്ലി ചെറിയാൻ, മറ്റ് വിവിധ നിലകളിൽ ചുമൽ കൊടുത്ത് അധ്വാനിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരന്മാർ, ഈ UK വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന അനുഗ്രഹീതരായ ദൈവത്തിൻ്റെ അഭിഷക്തന്മാർ, കർത്താവിൽ വളരെ പ്രസിദ്ധനായ പാസ്റ്റർ ജേക്കബ് മാത്യു അവറുകൾ, ഈ തലമുറയിൽ കർത്താവിനാൽ വളരെ ശക്തിയായി ഉപയോഗിക്കപ്പെടുന്ന പ്രിയ സഹോദരൻ ചിക്കു കുര്യാക്കോസ്, തന്നോടുകൂടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രത്യേക വന്ദനം പറയുന്നു. ദോഹയിലുള്ള ദൈവസഭകളുടെയും ദൈവത്തിൻ്റെ ദാസന്മാരുടെയും പ്രത്യേക ആശംസകൾ MBAയുടെ 10ാമത്തെ കോൺഫറൻസിന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഭരമേൽപ്പിച്ച ദൈവത്തിൻ്റെ ആലോചന നിങ്ങളോട് അറിയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൃപയിൽ ഇന്ന് പകൽക്കാലം ഞാൻ ശരണപ്പെടുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആപ്തവാക്യത്തിൻ്റെ വെളിച്ചത്തിൽ തിരിച്ചെടുത്ത ഒരാശയവുമായിട്ടാണ് ഈ കോൺഫറൻസിൽ നാം ഒരുമിച്ച് കടന്ന് വന്നിരിക്കുന്നത്. ഒരു പരിധി വരെ ഇങ്ങനെയുള്ള കോൺഫറൻസുകളെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തിരക്കേറിയ ജീവിത അനുഭവങ്ങളിൽ അവിടെവിടങ്ങളിൽ ചിതറിപ്പാർക്കുമ്പോൾ മലയാളക്കരയിൽ നിന്ന് കുടിയേറി കടന്നു വന്ന ഇവിടെയുള്ള ദൈവമക്കൾക്ക് പരസ്പരം കാണുവാൻ, കൂട്ടായ്മ ആചരിക്കുവാൻ ഒക്കെ പലപ്പോഴും അവസരങ്ങൾ ലഭിക്കാതെ പോകുന്നു. എന്നാൽ ആണ്ടിൽ ഒരിക്കലെങ്കിലും ദൈവമക്കൾ ഒരുമിച്ച് കൂടി വരുന്നത്, കൂട്ടായ്മ ആചരിക്കുന്നത്, പൂർവകാല ജീവിത അനുഭവങ്ങളെയൊക്കെ അയവിറക്കുന്നത്, പരസ്പരം പ്രാപിച്ച ദൈവകൃപയും ആത്മശക്തിയും ദൈവികാലോചനകളുമൊക്കെ ഒന്ന് പങ്കുവച്ച് കടന്നു പോകുന്നത് നിശ്ചയമായും വലിയ അനുഗ്രഹമാണ്. അടുത്ത ഒരു സംവത്സരത്തേക്കുള്ള ഊർജം അത് നമുക്ക് നൽകിത്തരുമെന്ന് ഇന്ന് പകൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ കൂട്ടായ്മയുടെ അനുഭവത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ വചനത്താലും ദൈവത്തിൻ്റെ ആത്മാവിനാലും നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്ന ഒരു വലിയ പോഷണമുണ്ട്. അത് പ്രാപിച്ച് കടന്നു പോകുവാൻ ദൈവം ഈ 2 ദിവസങ്ങളിൽ നമ്മെ സഹായിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് ഇന്ന് പകൽ വിശ്വസിക്കുന്നു. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്, മേക്ക് ഹിം എ ഫയർ, he will be warm for a day, but set him on fire, he will be warm for his life, and he will give warm to others also.
ഒരു മനുഷ്യന് നിങ്ങളൊരു തീ കൂട്ടി കൊടുക്കുക. പുറത്ത് വളരെ തണുപ്പുണ്ടെങ്കിലും ഇതിനകത്ത് നല്ല ഒരു കാലാവസ്ഥയിലും അന്തരീക്ഷത്തിലുമാണ് നമ്മുടെ ആയിരിക്കുന്നത്. ഇന്ന് നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മുടെ വീടുകളിൽ നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ ഒരു ചെറിയ സ്വിച്ച് ഓൺ ചെയ്താൽ മാത്രം മതി. എന്നാൽ പൂർവ്വകാലങ്ങളിലേക്കൊക്കെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലം വരുമ്പോൾ, ചെറിയ തണുപ്പ് കാലം വരുമ്പോൾ ചെറുപ്പക്കാരല്ല പ്രായമുള്ളവർക്ക് വേണ്ടിയൊക്കെ ചൂട് ലഭിക്കേണ്ടതിന് ഉള്ള ഒരു ഉപകരണം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരൊന്നും നമ്മുടെ പുതിയ തലമുറകളോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകുകയില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അതിൻ്റെ പേര് പറയാമോ? നെരിപ്പോട്. ഓർമ്മയുള്ള ചിലരെങ്കിലും ഇവിടെ ഇരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ഒരു നെരിപ്പോട് ഒന്ന് കത്തിച്ചാൽ ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ അല്പമണിക്കൂറുകളിലേക്ക് തണുപ്പിൽ നിന്നുള്ള ഒരാശ്വാസം, ഒരു ചൂട് ലഭിക്കുവാനായിട്ടിടയായി തീരും. എന്നാൽ ആ ചിന്തകൻ പറഞ്ഞ ചിന്തയനുസരിച്ച് ഒരു നെരിപ്പോട് കത്തിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി ആ ആളിനെ തന്നെ അങ്ങ് കത്തിക്കാമെങ്കിൽ ആയുഷ് പര്യന്തം ആ വ്യക്തി ചൂടനുഭവിക്കുകയും തന്നിലുള്ള ചൂട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യും. ആത്മീയ ആശയത്തിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, MBAയുടെ 10ാമത്തെ കോൺഫറൻസിൽ സമയം ചിലവഴിച്ച് സമ്പത്ത് വ്യയം ചെയ്ത് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിമിത്തം ഒരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു നെരിപ്പോടിന്റെ അരികിലിരുന്ന് അല്പം ചൂട് പ്രാപിച്ചിട്ട് തിരികെ പോകുവാനായിട്ടല്ല, അന്തരാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ഒരഗ്നിയാൽ നിങ്ങൾ തന്നെ കത്തപ്പെട്ടവരായിട്ട് ഈ കോൺഫറൻസിൽ നിന്ന് കടന്നു പോകുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പ്രാപിച്ച ആത്മീയ ചൂടിൽ നിങ്ങൾക്ക് നിലനിൽക്കുവാനും, അതുമാത്രമല്ല ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ അനേകർക്ക് ആത്മാവിലുള്ള ചൂട് പകർന്നു കൊടുക്കുവാനും സർവശക്തനായ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ തന്റെ ആത്മാവിനാൽ സഹായിക്കുമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇവിടെയുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആ ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാൻ ഇടയായി തീരട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം നമുക്ക് പരിചയമുള്ളതാണ്. കർത്താവിന്റെ വിലയേറിയ ദാസൻ ആ വാക്യം ഇവിടെ ഉദ്ധരിക്കുവാനായിട്ടിടയായി തീർന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, അല്ലെങ്കിൽ നിനക്കുള്ളത് മുറുകെ പിടിച്ചുകൊള്ളുക. Behold, I am coming very soon. I come quickly. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്. സ്തോത്രം. ആ വാക്കുകളെ ഒന്ന് കേൾക്കുമ്പോൾ നാമധേയ ക്രൈസ്തവർക്ക് വലിയ ആത്മസന്തോഷമൊന്നും ഉണ്ടായില്ലെങ്കിലും കർത്താവിന്റെ മടങ്ങിവരവിൽ പ്രത്യാശ വച്ചിരിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ, വിശേഷാൽ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുമ്പോൾ അകത്തളത്തിൽ ഒരു കത്തലുണ്ടാകണം. ആ കത്തൽ ഇന്ന് പകൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ കർത്താവ് പറയുകയാണ്. It's a reminder of his return. തന്റെ മടങ്ങി വരവിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ആ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അടുത്ത ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത്, hold that fast what thou hast. നിനക്കുള്ളത് നീ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളണം.
ഹോൾഡ് ഓൺ, റീറ്റെയിൻ. നിനക്കുള്ളതിനെ നീ പിടിച്ചുകൊള്ളണം. ഇറ്റ്സ് എ റിമൈൻഡർ ഓഫ് അവർ സ്പിരിച്വൽ റെസ്പോൺസിബിലിറ്റി. നമ്മുടെ ആത്മീയ ഉത്തരവാദിത്വത്തിന്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണത്. That no man take your crown. മൂന്നാമത്തെ ഭാഗം, നിന്റെ കിരീടം ആരും എടുക്കാതെ ഇരിപ്പാൻ. That's a reminder of our reward. ഇന്ന് പകൽ ഈ വാക്യത്തെ പറഞ്ഞ പ്രകാരം തരം തിരിച്ച് നാം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ കോൺഫറൻസിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുകയാണ്. രണ്ടാമത്തേത്, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ഉത്തരവാദിത്വത്തെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിച്ച് ഉണർത്തുകയാണ്. മൂന്നാമത്തേത്, നമുക്ക് മുൻപിലുള്ള ഒരു പ്രതിഫലമുണ്ട്, നാം പ്രാപിക്കുവാനുള്ള ഒരു കിരീടമുണ്ട് എന്നുള്ളതിനെയും വചനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഈ മൂന്ന് ആശയങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ദൈവത്തിന്റെ ദാസന്മാര് നിന്റെ കിരീടം മുറുകെ പിടിക്കുക, പിടിച്ചുകൊള്ളുക എന്നുള്ള ഒരാശയം ദൈവത്തിന്റെ ജനത്തിന്റെ മുമ്പാകെ വെക്കുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മുടെ പ്രതിഫലം, നമ്മുടെ റിവാർഡ്, നമ്മുടെ കിരീടം എന്ന് പറയുന്നത് നാം പ്രാപിക്കുവാനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരനുഭവമാണ്. ഈ പ്രതിഫലം, ഈ കിരീടം നാം പ്രാപിക്കുവാൻ തക്കവണ്ണം, അവകാശമാക്കുവാൻ തക്കവണ്ണം, സ്വായത്തമാക്കുവാൻ തക്കവണ്ണം, സ്വന്തമാക്കുവാൻ തക്കവണ്ണം നാം ചെയ്യേണ്ടതിന് ദൈവത്തിന്റെ ആത്മാവ് ഫിലദൽഫിയയിലുള്ള ദൈവമക്കളോട് പറയുന്ന ആലോചന എന്ന് പറയുന്നത്, നിനക്കുള്ളതിനെ നീ എന്ത് ചെയ്യണം? മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ആ തീമിൽ നിന്നുകൊണ്ട് അനുഗ്രഹിത ദൈവത്തിന്റെ ദാസൻ എന്നോട് കൂടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുവാനുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം. അടുത്ത സെഷനുകളിലൊക്കെ വളരെ പിൻ പോയിന്റഡ് ആയിട്ട് ആ വിഷയത്തിൽ, ആ തീമിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിൽ നിന്ന് നിശ്ചയമായും സംസാരിക്കുന്നതായിരിക്കും. എന്നാൽ ഈ ആരംഭ സെഷനിൽ ആമുഖമായി നിങ്ങളോട് സംസാരിക്കുവാനുള്ള ആലോചനകളെ കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് ഉൾപ്രേരണ തന്നത് ആ തിരുവചനത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കേണ്ടതിനായിട്ടാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ നമുക്ക് മുമ്പിലുള്ള സമയം ദൈവമക്കളായിരിക്കുവാൻ കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ പരിചിതമാണ്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ സഭകൾക്ക് നൽകിയിരിക്കുന്ന ദൂത് എന്ന് പറയുന്നത് വളരെ വളരെ പ്രസക്തമായതാണ്. പത്മോസ് ദ്വീപിലായിരുന്ന ദൈവത്തിന്റെ ദാസനായ യോഹന്നാൻ ആത്മദർശനത്തിൽ തേജസ്കരിക്കപ്പെട്ടവനായ കർത്താവിന്റെ ദർശനം കണ്ട് അനന്തരം ഇപ്പോഴുള്ളത് എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 7 സഭകളെ ദൈവത്തിന്റെ ആത്മാവ് വിവേചിച്ചുകൊണ്ട് സംസാരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആലോചനകളുടെ ഉള്ളടക്കമാണ് നമുക്ക് ഈ 2 അധ്യായങ്ങളിൽ
വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. 7 സഭകൾക്ക് വ്യത്യസ്തമായ നിലകളിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ ആലോചനകൾ, ഈ ദൂതുകൾ, അതിനോടുള്ള ബന്ധത്തിൽ വിവിധ ആശയങ്ങളാണ് അതിൻ്റെ വ്യാഖ്യാനം സംബന്ധിച്ച് വേദപണ്ഡിതന്മാർ പറയുന്നത്, അവരുടെ ഇടയിലുള്ള അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത്. നമുക്കൊരു പക്ഷെ അറിയാമായിരിക്കും, വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകൾക്കുള്ള ദൂതുകൾ ഒരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് അത് കണ്ടംപററി ആയിട്ടുള്ള ഒരു സന്ദേശമാണെന്ന് പറഞ്ഞാൽ, ഏഷ്യ മൈനറിൽ, പ്രത്യേകാൽ ഇന്നത്തെ തുർക്കിയുടെ പ്രാദേശിക ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന 7 സഭകൾ, ആ സഭകളോടുള്ള ആനുകാലികമായ ആലോചനകളാണ് വെളിപ്പാട് പുസ്തകം 2ഉം 3ഉം അധ്യായങ്ങളിലെ സഭകൾക്കുള്ള ദൂത് എന്ന് വിശ്വസിക്കുന്ന, പഠിപ്പിക്കുന്ന വേദപണ്ഡിതന്മാരെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ മറ്റൊരു കൂട്ടം വേദപണ്ഡിതന്മാർ പറയുന്നത് ഇറ്റ്സ് നോട്ട് കണ്ടംപററി, ഇറ്റ് ഈസ് ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൻ്റെ വിവിധ കാലഘട്ടങ്ങളെ കുറിക്കുന്നതാണ് 7 സഭകളോടുള്ള ദൈവിക ദൂത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ സഭയായ ലവോദിക്ക സഭയോടുള്ള ദൂത് ഈ കാലഘട്ടത്തിൽ നാം പാർക്കുന്ന സഭകളോട്, നമ്മോട് ഉള്ള ദൂതായിട്ട് വേദപണ്ഡിതന്മാർ പ്രസ്താവിക്കുന്നുണ്ട്. എന്നാൽ മൂന്നാമത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് കോമ്പസിറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു കാലഘട്ടത്തിലും ഉണ്ടായിരിക്കുന്ന സഭകളുടെ 7 ആത്മീക നിലവാരങ്ങളെ കുറിച്ചാണ് ഈ 7 സഭകൾക്കുള്ള ദൂതുകൾ സംസാരിക്കുന്നത് എന്നുള്ള ചിന്തകളും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ 3 ചിന്തകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 3 വീക്ഷണങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ സത്യമായ ഒരു വസ്തുത തന്നെയാണ്. എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും എന്ന് പറയുന്നത് നാം എടുത്തിരിക്കുന്ന ആപ്തവാക്യത്തെ അധീകരിച്ച് ദൈവവചനത്തിൻ്റെ ആലോചനകൾ ഈ 2 ദിവസങ്ങളിൽ നാം കേൾക്കുന്നത് നിമിത്തം, പ്രൈസ് ദി ലോർഡ്, നാം ഓരോരുത്തരും നമ്മെക്കുറിച്ച്, നമ്മുടെ ആത്മീക നിലവാരത്തെക്കുറിച്ച് വ്യക്തമായ അവബോധമുള്ളവരായിട്ട്, വ്യക്തിപരമായി മാത്രമല്ല നാം ആയിരിക്കുന്ന സഭകളോടുള്ള ബന്ധത്തിൽ നാം എങ്ങനെ ആയിരിക്കുന്നു, നാം എവിടെ ആയിരിക്കുന്നു, നാം ഏത് നിലയിലായിത്തീരണമെന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാട് പ്രാപിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക സമർപ്പണത്തോടുകൂടെ ഈ കോൺഫറൻസ് വിട്ട് കടന്നു പോകുവാൻ കഴിഞ്ഞാൽ ഈ യുകെയുടെ മണ്ണിൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള സഭകളായി, ദൈവത്തിന്റെ മക്കളായി നിന്നുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ആദിമ ഭക്തഗണങ്ങളെ കുറിച്ച് തിരുവചനത്തിൽ സാക്ഷ്യം പറയുന്നത് പോലെ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഈ രാജ്യത്തെ ക്രിസ്തുവിന് വേണ്ടി കീഴ്മേൽ മറിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ ശക്തി ദൈവം നിങ്ങളുടെ മേൽ പകരുമെന്ന് ഇന്ന് പകൽ ആത്മാവിൽ വിശ്വസിച്ചെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അതിനുള്ള ഒരു ആഗ്രഹവും ഒരു വാഞ്ചയും ദൈവമക്കളെ നമ്മുടെ അകത്ത് ഉണ്ടാകുവാനായിട്ടിടയായി തീരണം. സഭകളെ കുറിച്ചുള്ള ദൂതുകൾ നിങ്ങൾ ഓരോന്നും വളരെ ശാന്തമായി വായിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ അടുക്കോടുകൂടെ
വളരെ ചിട്ടയോടുകൂടെയാണ് ഓരോ സഭകളോടും ആലോചന പറയുന്നത്. ഓരോ സഭകൾക്കുള്ള ദൂതിന്റെയും ആരംഭ ഭാഗം നാം വായിക്കാമെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവ് തന്നെ തന്നെ സഭകൾക്ക് പരിചയപ്പെടുത്തുകയാണ്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കുകളുടെ നടുവിൽ നടകൊള്ളുന്നവൻ അരുളി ചെയ്യുന്നത്, ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, മരിച്ചവനും വീണ്ടും ജീവിക്കുകയും ചെയ്തവൻ അരുളി ചെയ്യുന്നത്, ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്, ദാവീദ് ഗൃഹത്തിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നത്, ഓരോ സഭകളോടും വളരെ വ്യക്തിപരമായ സഭയുടെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് കർത്താവ് തന്നെ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇവിടെ ആയിരിക്കുന്ന നമ്മെ ഓരോരുത്തരെയും നന്നായി അറിയുന്ന ഒരു നാഥന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം ഇന്ന് നമ്മുടെ അകത്തളത്തിൽ നിറയട്ടെ. സ്തോത്രം. നമ്മെ അറിയുന്നവൻ നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് ഇന്ന് പകൽ തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഈ തലമുറയ്ക്ക് ആവശ്യം എന്താണ് ദൈവമക്കളെ? ഒത്തിരി ഒത്തിരി ആവശ്യങ്ങളുടെ ലിസ്റ്റ് ഒരുപക്ഷെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ സഭയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവിനെ അറിയാമോ എന്നുള്ള ഒരു പാഴ് ചോദ്യം ചോദിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ഇന്ന് പകൽ എനിക്ക് ചോദിക്കുവാൻ ഒരു ചോദ്യമുണ്ട്. കർത്താവിനെ അറിയുന്നു എന്ന് അവകാശപ്പെടുന്ന എന്റെയും നിന്റെയും ജീവിതത്തിൽ കർത്താവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. നമ്മെക്കാളുപരിയായിട്ട് കർത്താവിനെ അറിഞ്ഞ പൗലോസ് ഫിലിപ്പിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിലേക്കൊക്കെ കടന്നു വരുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. അവനിൽ ഇരിക്കേണ്ടതിനും അവനെ അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടതിന് ശ്രദ്ധിക്കണം ദൈവമക്കളെ. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് എനിക്ക് അവനെ അനുഭവിച്ച് അറിയണമെന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിന്റെ വാഞ്ഛ. സ്തോത്രം. നമുക്ക് പലർക്കും കർത്താവിനെ അറിയാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് ക്രിസ്തു ശാസ്ത്രപ്രകാരം ഒരു പ്രസംഗം നടത്തുവാൻ പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ പലരും അതിന് പ്രാപ്തരാണ്. എന്നാൽ ഇന്ന് പകൽ കർത്താവിന് നമ്മളോട് ചോദിക്കുവാനുള്ളത്, നാം അവനെ വെറുതെ നമ്മുടെ അറിവിന്റെ മണ്ഡലത്തിൽ മാത്രം മനസ്സിലാക്കുന്നവരാണോ, അതോ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നാം അനുഭവിച്ച് അറിയുന്നവരാണോ? ഹല്ലേലൂയ. ഈ കോൺഫറൻസിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ കർത്താവിനെ നമുക്ക് അനുഭവിച്ച് അറിയേണ്ടതുപോലെ അനുഭവിച്ചറിയണം. സഭ തന്നെ അനുഭവിച്ചറിയണമെന്ന് നമ്മുടെ കർത്താവ് ഇന്ന് പകലും ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഇന്നത്തെ തലമുറയുടെ സ്ഥിതി എന്ന് പറയുന്നത് ഗോഡ്ലെസ് റിലീജിയൻ, Christless Christianity, spiritless church. മനസ്സിലാക്കുന്നോ ദൈവമക്കളെ? ദൈവമില്ലാത്ത മതങ്ങൾ, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം, ആത്മാവില്ലാത്ത സഭ
ഇതൊക്കെയാണ് ഇന്നത്തെ തലമുറയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ആ കൂട്ടത്തിൽ പെടുന്നവരല്ല. നാം വ്യത്യസ്തരാകയോ ഇന്ന് പകൽ ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. Praise the Lord. ഞാൻ ഇന്നത്തെ തലമുറയിൽ എൻ്റെ ദൈവത്തിന് വേണ്ടി ഒരു വ്യത്യസ്തനാണെന്ന്, ഒരു വ്യത്യസ്തയാണെന്ന് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, be different, then only you can make the difference. നമ്മളൊക്കെ പലപ്പോഴും വ്യത്യസ്തതകൾ ആഗ്രഹിക്കുന്നവരാണ്, വ്യത്യാസം ആഗ്രഹിക്കുന്നവരാണ്, ഒരു മാറ്റം ആഗ്രഹിക്കുന്നവരാണ്, ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നവരാണ്. ഇങ്ങനെയൊക്കെ പോയാ പോരാ എന്നുള്ള ചിന്ത നമ്മുടെ അകത്തുണ്ടില്ലേ? അങ്ങനെയുള്ള എത്ര ദൈവമക്കളുണ്ട്? ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതി എന്നാണോ തോന്നുന്നത്? അതോ ഇനിയും ഒരു മുന്നേറ്റം എനിക്ക് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. വ്യത്യാസം ഉളവാക്കുവാൻ ദൈവത്തിന്റെ പൈതലെ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വ്യത്യസ്തനാകണം. പ്രിയ സഹോദരി, വ്യത്യാസം ഉളവാക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നീ വ്യത്യസ്തയാകണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പറയുന്ന ഒരു പറച്ചിലുണ്ടല്ലോ, നാടോടുമ്പം നടുവയോടുവാൻ. ചേരത്തിന്ന് നാട്ടിൽ ചെല്ലുമ്പം, നിങ്ങൾ മലയാളം ഒന്നും മറന്നിട്ടില്ലല്ലോ, നടുത്തുണ്ടം തിന്നുവാനല്ലേ? അതൊക്കെയാണ് തത്വശാസ്ത്രജ്ഞന്മാർ നമുക്ക് നൽകുന്ന ഉപദേശം. സാഹചര്യത്തിനൊത്തൊക്കെ അങ്ങ് ഒഴുകി അങ്ങ് പോണം, എന്നാലല്ലേ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ അല്ലേ? പാസ് ഗൾഫിൽ നിന്നൊക്കെ വരുന്നുണ്ട്, അതൊക്കെ പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യമൊന്നും അറിയാഞ്ഞിട്ടാന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾ എന്നോട് പറയാനായിട്ട് സാധ്യതയുണ്ടെന്ന് എനിക്കറിയാം. സാധ്യതകളെ ഒന്നും ഞാൻ അവഗണിക്കുന്നില്ല. എന്നാൽ സാഹചര്യങ്ങളെക്കാളുപരി, സാധ്യതകളെക്കാളുപരി നമ്മിൽ പരിവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ നമുക്ക് വ്യത്യസ്തരായിരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഇന്ന് പകൽക്കാലം ഇതിനകത്തുള്ളതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. ഒരു ദേശത്തെ ഉണർത്തുവാൻ, ഒരു സമൂഹത്തെ ഉണർത്തുവാൻ, ഒരു രാഷ്ട്രത്തെ ഉണർത്തുവാൻ ദൈവമക്കളെ ഒത്തിരി പേരെയൊന്നും ആവശ്യമില്ല, ഒരുപാട് പേരെയൊന്നും ആവശ്യമില്ല. ഒരുത്തനെ തമ്പുരാൻ ഉപയോഗിക്കുവാൻ തന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, സ്തോത്രം 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 സ്തോത്രം. ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അത്ഭുതകരമായി ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടേണ്ട അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്, അഭിഷക്തന്മാർ ഇതിനകത്തുണ്ട്. അവരെ ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടുവാൻ ഏത് കാലഘട്ടത്തിലും ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല ദൈവമക്കളെ. സ്തോത്രം. കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഈ കാലത്തിലും എന്നാ ഉണ്ടെന്നാ പൗലോസ് പറയുന്നത്? ഒരു വലിയ കൂട്ടം ഉണ്ടെന്നാണോ? അല്ല, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ്. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ യുകെയുടെ മണ്ണിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം, കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ദൈവത്തിന് വേണ്ടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇപ്പൊ ദൈവത്തെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, he did not raise any dead one. യോഹന്നാൻ സ്നാപകൻ മരിച്ചവരെ ആരെങ്കിലും ഉയർപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോസ്തലന്മാരൊക്കെ ശുശ്രൂഷ ചെയ്തു, പക്ഷേ യോഹന്നാൻ മരിച്ചവരെ ആരെയും ഉയർപ്പിച്ചിട്ടില്ല.
എന്നാൽ ആ ചിന്തകൻ പറഞ്ഞത്, he raised the dead nation for the Lord. മരിച്ച മനുഷ്യരെ ആരെയും യോഹന്നാൻ സ്നാപകൻ ഉയർപ്പിച്ചില്ല. പക്ഷേ മൃതാവസ്ഥയിലായിരുന്ന ഒരു ജനതയെ ദൈവത്തിനു വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ യോഹന്നാൻ എന്ന മിന്നിത്തിളങ്ങിയ നക്ഷത്രത്തെ ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ വിശ്വസിക്കുകയാണ്, ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം അങ്ങനെയുള്ള ചിലരെയാണ്. പ്രിയമുള്ളവരെ, ആരും അറിയാതെ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് സ്വയം മഹത്വം എടുക്കാതെ മഹത്വം ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അധ്വാനിക്കുവാൻ തയ്യാറുള്ള അഭിഷക്തന്മാരെ കൊണ്ട് മൃതാവസ്ഥയിലായിരിക്കുന്ന ഒരു ജനതയെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ യുകെയുടെ മണ്ണില് ദൈവം അത് ചെയ്യുവാൻ പോകുന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരു ചെറിയ ശുശ്രൂഷ ഉണ്ടായിരുന്നുള്ളൂ, ചുരുക്കം ചില നാളുകളുടെ ശുശ്രൂഷ. പക്ഷെ ആ ശുശ്രൂഷ കൊണ്ട് ഒരു ജനത മുഴുവൻ ദൈവത്തിങ്കിലേക്ക് ഉണർത്തപ്പെടുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ജിമ്മേലേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരുപക്ഷെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ മനുഷ്യൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ലോർഡ്, I do not ask for long life but a full one just like you. ദൈവമേ, ഞാനൊരു നീണ്ട ആയുസ് നിന്നോട് ചോദിക്കുന്നില്ല, എന്നാൽ എനിക്ക് പൂർണ്ണതയുള്ള ഒരു ജീവിതം തരണം അങ്ങയെ പോലെ. സ്തോത്രം. നമുക്കറിയാം, നമ്മുടെ കർത്താവിന് ഭൂമിയിലെ ശുശ്രൂഷ കാലയളവ് ദീർഘായുസൊന്നും ഇല്ലായിരുന്നല്ലേ. 33.5 വർഷത്തെ ആയുസ് മാത്രമേ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ നല്ല യൗവനത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ക്രൂശിൽ വെച്ച് വിളിച്ചു പറഞ്ഞ മൊഴികളിൽ പ്രസക്തമായതെന്ന് പറയുന്നത് it is fulfilled, നിവർത്തിയായി എന്നുള്ള ശബ്ദമാണ്. എന്ന് പറഞ്ഞാൽ തന്നെ പിതാവായ ദൈവം പരമേൽപ്പിച്ച ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ നിറവേറ്റി എന്നുള്ള ആത്മസംതൃപ്തിയോടെ പ്രാണനെ പിതാവിങ്കൽ ഏൽപ്പിച്ച നമ്മുടെ കർത്താവിനെ പോലെ ദൈവം തരുന്നത് അല്പായുസാണെങ്കിലും അത് പൂർണ്ണതയുള്ള ആയുസായിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചത് ചെയ്തിട്ട് അവസാനിക്കുവാൻ കഴിയുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യം ദൈവമക്കളെ മറ്റൊന്നുമില്ല. വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, ഒരു ലോങ് ലൈഫാണോ നമുക്ക് വേണ്ടി, ഒരു ഫുൾ ലൈഫാണോ വേണ്ടി? 30 വയസ്സുകൊണ്ട് ചെയ്തു തീർക്കാൻ കഴിയുന്ന കാര്യം 70 വയസ്സായിട്ടും ചെയ്തു തീർക്കാതെ ചുമ്മാ മുടന്തങ്കാള വണ്ടി വലിച്ചു നടക്കുന്നത് പോലെ ചുമ്മാ വലിഞ്ഞു നടക്കാതെ അല്പായുസിനുള്ളിൽ ചെയ്തു തീർക്കാനുള്ളതൊക്കെ തീർത്തേച്ച് അക്കരെ നാട്ടിൽ പോയി കാര്യം തീർക്കുന്ന നാളിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ വലിയത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്? Praise the Lord. ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. The Lord is introducing himself. The Lord is giving himself to us. ദൈവമക്കളെ, ഈ കോൺഫറൻസിൽ കർത്താവ് തന്നെ നമുക്ക് ഏൽപ്പിച്ചു തരികയോ നാം അവനെ അനുഭവിച്ച് അറിയുവാൻ തക്കവണ്ണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സഭകൾക്കുള്ള ദൂതുകളുടെ ആരംഭ ഭാഗം എന്ന് പറയുന്നത് കർത്താവ് തന്നെ സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. സഭ, നീ മനസ്സിലാക്കി ഞാൻ ആരാണെന്ന്, ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നീ ആദ്യം മനസ്സിലാക്ക. സ്വത്രം. ദൈവമക്കളെ, നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കിയാലും ആരെയൊക്കെ മനസ്സിലാക്കിയാലും നമ്മുടെ കർത്താവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണതയുള്ളതാകത്തില്ല. സ്വത്രം. നമുക്ക് മറ്റധികമൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും കർത്താവിനെ അനുഭവിച്ച് അറിയേണ്ടതുപോലെ അറിയാൻ കഴിഞ്ഞാലുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതം നിശ്ചയം പൂർണ്ണതയുള്ളവരായിരിക്കും.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവമക്കളോട് പറഞ്ഞത്, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. സ്വത്രം. അറിവില്ലാത്തവനായിട്ടല്ല, പരിജ്ഞാനമില്ലാത്തവനായിട്ടല്ല, വിദ്യാഭ്യാസമില്ലാത്തവനായിട്ടല്ല, തത്വശാസ്ത്രം അറിയാഞ്ഞിട്ടല്ല. പക്ഷെ പൗലോസ് പറയുകയാണ്, അതൊന്നും എന്റെ വിഷയമല്ല. എനിക്കറിയാവുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെയാണ്. I know Christ who is crucified. ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമുക്കും തന്റെ അടുത്തോടെ പറയാൻ കഴിയട്ടെ, നമുക്ക് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അറിയാമെന്ന്. ലോകത്തിന് മറ്റു പലതും കൊടുക്കാൻ ഇവിടെ ആളുകളുണ്ട് ദൈവമക്കളെ. നിങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പല സർവീസുകൾ ചെയ്യുന്നവരാണ്, ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറിയാൽ, നിങ്ങൾ അവിടെ നിന്ന് റിട്ടയർ ചെയ്താൽ ഒക്കെ അവിടെ വേറെ ആളുകൾ അതേ സർവീസ് ആ നിലയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ കൊടുക്കാനുണ്ട്. There are people to substitute you in your services. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊടുക്കാൻ ഇവിടെ അധികം പേരില്ലെന്ന് ഇന്ന് മനസ്സിലാക്കുന്ന ദൈവജനത്തിന്റെ ആകെ കത്തുന്ന പകലാകട്ടെ. Praise the Lord. ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. Know Christ, experience him and give him to the world. ഒരു ചിന്തകൻ പറഞ്ഞ ചിന്ത എന്ന് പറയുന്നത്, the tragedy of the day is this: a dying world and a sleeping church. ഈ കാലഘട്ടത്തിന്റെ ഒരു ദുരന്തം എന്ന് പറയുന്നത്, ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ചത്തുകൊണ്ടിരിക്കുന്ന, മരിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകം, അതിന്റെ നടുവിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സഭ. സ്തോത്രം. സമ്മതിച്ചു കൊടുക്കുവോ? സർദീസുകാരും ഇവിടെ ഇല്ല എന്നുള്ള ചിന്തയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എങ്കിലും ഒരു സത്യം അതാണ് ദൈവമക്കളെ, മൊത്തത്തിലെടുത്താൽ അതാണ് ഒരു സത്യം. ഹല്ലേലൂയ. സിംഹത്തെ പോലെ സടകുടഞ്ഞ് ദൈവത്തിനു വേണ്ടി എഴുന്നേൽക്കേണ്ട സഭ ഒരു തരം മയക്കത്തിലായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളോട് പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, നാം ഉണർന്നെഴുന്നേൽക്കേണ്ട കാലം കഴിഞ്ഞു. കാലം അതിക്രമിച്ചു. Time is up. എനിക്ക് തോന്നുന്നു 1 മണി വരെയുള്ള സമയമാണ് ഇവിടെ ദൈവവചന ശുശ്രൂഷയ്ക്ക് ഈ സെഷൻ അവസാനിക്കാനുള്ളത്. ഏകദേശം ആ സമയം കഴിഞ്ഞും ഈ പ്രസംഗം പിന്നെയും നീണ്ടുപോയാൽ എനിക്കറിയാം നിങ്ങളുടെ സഹിഷ്ണുത അവസാനിക്കും. നിങ്ങൾ പലരും ഇവിടെ നിന്ന് എഴുന്നേൽക്കും. നമ്മുടെ ജീവിതത്തിന്റെ പല അനുഭവങ്ങളിലും നമ്മൾ പലയിടത്തു നിന്നും അസഹിഷ്ണുതയോടെ എഴുന്നേൽക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, നാം ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാനുള്ള നാഴിക കഴിഞ്ഞു എന്നുള്ള ആത്മബോധത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ തയ്യാറുള്ള ഒരു കൂട്ടത്തെയാണ് ഇതിനകത്ത് സ്വർഗം പരതുന്നത്. സഭയോടുള്ള ദൂതിൽ കർത്താവ് തന്നെ പരിചയപ്പെടുത്തുമ്പോൾ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുള്ളവനായി, ഉൾപ്പുകളെ ആരായുന്നവനായി തന്നെ പരിചയപ്പെടുത്തുന്നത് പോലെ ഈ MBA കോൺഫറൻസിന്റെ നടുവിൽ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവ്, ഉൾപ്പുകളെ പരുതുന്നവൻ, ചിലരെ അവരുടെ ആഴങ്ങളെ ആരോഞ്ഞറിയുന്ന പകലാകിയോ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്.
വളരെ വാഞ്ചയോടെ, വളരെ വ്യഗ്രതയോടെ, വളരെ സമർപ്പണത്തോടെ ഈ കോൺഫറൻസിലേക്ക് കടന്നു വന്ന ചില ജീവിതങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദർശിക്കുന്നുണ്ട്. കർത്താവ് അവരെ കാണുന്നുണ്ട്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് നിങ്ങളുടെ ആഗ്രഹം അറിയുവാൻ കഴിയുന്നില്ല, നിങ്ങളുടെ സമർപ്പണം അറിയുവാൻ കഴിയുന്നില്ല. എന്നാൽ കാണുന്ന ഒരു സ്വർഗം ഇന്ന് പകൽക്കാലം നിന്നെ കണ്ടിട്ട് ഹല്ലേലൂയ, നിന്റെ ആഗ്രഹത്തിനും സമർപ്പണത്തിനും അനുസരിച്ചുള്ള ഒരു അഭിഷേകം നിന്നെ പകർന്ന് ഇവിടെ നിന്ന് അയക്കൂ എന്ന് പറയുമ്പോൾ ഉള്ളം കത്തുന്നവരെ ആത്മാവിൽ എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവം ഇതിനകത്ത് ചിലതിനെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. God is setting someone on fire this morning. ഇന്ന് പകൽ ചിലതിനെ എന്റെ ദൈവം കത്തിക്കുകയാണ്, എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. Praise the Lord. The Lord is introducing himself to the churches. എന്നാൽ രണ്ടാമത്തെ പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് the Lord is discerning the church. സഭയെ കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് വിവേചിക്കുക. ആ വിവേചനത്തിൽ ആദ്യം സംഭവിക്കുന്നത് പറയുന്നത് the Lord is commanding the churches of their spiritual strength. അവരുടെ ഓരോ സഭകളുടെയും ആത്മീയ ശക്തി, മൂല്യം, അതിനെ നമ്മുടെ കർത്താവ് പ്രകീർത്തിക്കുക. എല്ലാ സഭകളോടും പറയുന്നുണ്ട് I know your work. മലയാളത്തിൽ പരിഭാഷയിൽ ചില സഭകളോടുള്ള ദൂതിൽ അത് വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇംഗ്ലീഷിലൊക്കെ നമ്മൾ വായിച്ചാൽ എല്ലാ സഭകളോടും പറയുന്നുണ്ട് I know your work. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. നിന്റെ ലേബർ, നിന്റെ അധ്വാനം, നിന്റെ സഹിഷ്ണുത, ഇതെല്ലാം ഞാൻ അറിയുന്നു. ഓരോ സഭയെയും കമന്റ് ചെയ്യുക. കർത്താവ് കമന്റ് ചെയ്യാത്ത ഒറ്റ സഭ മാത്രമേ ഉള്ളൂ. അതേത് സഭയാണെന്ന് നിങ്ങൾക്കറിയാം? ഏത് സഭയാ? കർത്താവ് പ്രകീർത്തിച്ചൊന്നും പറയാത്ത ഒരു സഭയേ ഉള്ളൂ ഈ 7 എണ്ണത്തിനകത്ത്. ഏതാണെന്ന് അറിയാമല്ലോ? ഏതാ? ലവോദിക്ക സഭ. അതിനെ മാത്രം കർത്താവിന് പ്രകീർത്തിച്ചൊന്നും പറയാനില്ല. One side God is commending the churches, the other side he is condemning the churches of their errors. ഓരോ സഭകളുടെയും കുറവുകളെ, ബലഹീനതകളെ കണ്ടിട്ട് കർത്താവ് അവരെ കഠിനമായി ശാസിക്കുന്ന ഒരനുഭവം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, സമയം ഓടിപ്പോകുന്ന എനിക്കറിയാം. See, the Spirit of the Lord is discerning the churches, the people. ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നല്ല വിവേചനപരമുള്ള ഒരു ദൈവത്തിന്റെ ദാസൻ ഇതിനിടയിൽ നിന്ന് ശുശ്രൂഷയ്ക്കായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റിട്ട് ഓരോരുത്തരെയായിട്ട് ആത്മാവിൽ വളരെ വ്യക്തമായിട്ട് വിവേചിച്ച് സംസാരിച്ചു തുടങ്ങിയാൽ ശുശ്രൂഷ പുറകോട്ട് വരുന്തോറും നമ്മളിൽ എത്ര പേര് ധൈര്യമായിട്ട് ഇവിടെ ഇരിക്കും? ഈ നിശബ്ദത പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചു. വളരെ കൃത്യമായി വിവേചനാത്മാവിൽ വിവേചിക്കുന്ന ഒരാത്മീക ശുശ്രൂഷയുടെ മുമ്പിൽ നമ്മളിൽ എത്ര പേർക്ക് നേരെ നിൽക്കാൻ പറ്റും? നമ്മുടെ യോഗങ്ങൾക്ക് ആളില്ലാതായി പോകുമെന്നുള്ളത് കൊണ്ടായിരിക്കും അധികം വിവേചനപരമുള്ളവരെ ദൈവം നമ്മുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കുന്നില്ല. ഈ കോൺഫറൻസിന്റെ പരസ്യത്തിൽ വിവേചനപരമുള്ള ചില ദൈവത്തിന്റെ ദാസന്മാർ ആധികാരികമായി ശുശ്രൂഷിക്കുന്നതായിരിക്കും എന്നൊരറിയിപ്പ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഈ കോൺഫറൻസിൽ ഉണ്ടായിരിക്കുമായിരുന്നല്ലോ, അല്ലേ? ഇതുപോലെ ഉണ്ടാകണം.
ഇനി ഒരു പ്രവാചകനോ ഒരു വിവേചന വരമുള്ളയാളോ നമ്മെ വിവേചിക്കുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ ഇവിടെ കടന്നു വന്ന ഒരാളെ പോലും വിടാതെ വിവേചിച്ചു മാത്രമേ മടക്കി അയക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിവേചിക്കാൻ ഞാൻ ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയാൻ മനസ്സില്ലെങ്കിൽ സഹോദര സഹോദരി, നീ കോൺഫറൻസിന് വന്നത് വെറുതെ ആയി പോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിന്നോട് പറയുകയാണ്. സ്തോത്രം. എന്നാൽ നിന്നെ തന്നെ ആത്മാവിന്റെ വിവേചനത്തിന് പൂർണ്ണ സമ്മതത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ ആത്മീക ജീവിതത്തിന്റെ ശക്തിയുള്ള വശത്തെ കുറിച്ച് നിന്നോട് സംസാരിക്കുന്നതോടൊപ്പം നിന്റെ ആത്മീക ജീവിതത്തിന്റെ ബലഹീനതകൾക്ക് നേരെ വിരൽ ചൂണ്ടി അതിന്റെ പരിഹാര മാർഗം നിർദ്ദേശിച്ച് ഇവിടെ നിന്ന് നിന്നെ ബലത്തോടെ മടക്കി അയക്കുവാൻ വ്യാപരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം ഇതിനകത്തുള്ളതോർത്ത് ഇന്ന് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ആരും നമ്മളുടെ ആത്മീയ മൂല്യങ്ങളെ പ്രകീർത്തിച്ചില്ലെങ്കിലും ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയാം. നമ്മുടെ കർത്താവ് നമുക്കുള്ളതിനെ അംഗീകരിക്കുകയും അതിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. ശുശ്രൂഷകന്മാരെ നമ്മളെ അംഗീകരിച്ചില്ലെന്നിരിക്കും, കൂട്ടുവിശ്വാസികൾ നമ്മെ അംഗീകരിച്ചില്ലെന്നിരിക്കും, ശുശ്രൂഷകരെ വിശ്വാസികൾ അംഗീകരിച്ചില്ലെന്നിരിക്കും, ആദരിച്ചില്ലെന്നിരിക്കും, പ്രകീർത്തിച്ചില്ലെന്നിരിക്കും. എന്നാൽ ഇന്ന് പകൽ എനിക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എന്നിലും നിന്നിലും ഒരൽപ്പം ആത്മീക മൂല്യം അവശേഷിക്കുന്നെങ്കിൽ തമ്പുരാൻ അത് തള്ളിക്കളയുന്നവനല്ലോ, അതിനെ സ്വർഗം അംഗീകരിക്കുന്ന സ്വർഗമാണ്. അതിനെ ദൈവം ആദരിച്ചത് കൊണ്ടാണ് നമ്മൾ പലരും ഈ അവസ്ഥയിലും അനുഭവത്തിലും ഈ MBAയുടെ കോൺഫറൻസിൽ ഇവിടെ കേംബ്രിഡ്ജിലായിരിക്കുന്നതെന്ന് നമ്മൾ ആരും മറന്നു കളയരുത് കേട്ടോ. സ്തോത്രം, സ്തോത്രം. നമ്മുടെയൊക്കെ യോഗ്യതയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. ദൈവം നമ്മുടെ അല്പയോഗ്യതകളെയൊക്കെ അംഗീകരിക്കുവാൻ കാണിച്ച് മനസ്സിനോയി ഇന്ന് പകൽ ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവമക്കൾക്കിടയായി തീരട്ടെ. Commenting at the same time, the Lord is condemning. 99 ഗുണങ്ങളാൽ നിറയപ്പെട്ടതാണ് എന്റെയും നിന്റെയും ജീവിതമെങ്കിലും 100ാമത്തേത് തമ്പുരാന്റെ വ്യവസ്ഥയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ തമ്പുരാൻ അതിനെ കണ്ടിട്ടും കാണാതെ പോകുന്നവനല്ല. ആ ഒന്നിനെ ഉയർത്തിപ്പിടിച്ച് എന്നെയും നിന്നെയും മടങ്ങി വരുവാൻ ഉപദേശിക്കുന്നവനാകിയോ ഇന്ന് പകൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഓരോ സഭകളെയും എടുത്തു പറയുവാൻ സമയം അനുവദിക്കുന്നില്ല. ഒറ്റ സഭ നോക്കാം. എഫെസോസ് സഭ എത്ര ഗുണങ്ങളല്ലേ! കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, കള്ള അപ്പോസ്തലന്മാരെ കണ്ടുപിടിച്ചത്, സഹിഷ്ണുതയുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളതെന്നറിയാമോ? പക്ഷേ എല്ലാം നല്ലത് പറഞ്ഞിട്ട് അവിടെ ആമേൻ പറയുകയല്ല കർത്താവ് ചെയ്തത്. നിന്നെ കുറിച്ച് ഒരു കുറ്റം എനിക്ക് പറയാനുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറ്റം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അടുത്തത് പറയുന്നതെന്നറിയാമോ? നീ ഏതിൽ വീണിരിക്കുന്നു എന്നറിഞ്ഞ് നീ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കള്, ഒരുപാട് കുറ്റമൊന്നും നമുക്കുണ്ടാകണമെന്നില്ല. ഒന്നേ ഉള്ളെങ്കിലും അതിന് ക്രമീകരണം വരുത്തുവാൻ നാം തയ്യാറെങ്കിൽ മാത്രമേ ദൈവത്തിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം നാം അറിയണം. Praise the Lord. ഓരോ സഭകളോടും ആ സഭകളുടെ കുറവുകൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ 2 സഭകളെ നമുക്ക് പ്രത്യേകം കാണാം. ആ സഭകളെ കുറിച്ച് പ്രത്യേക കുറ്റങ്ങളൊന്നും പറയാനില്ല, അവരോട് മാനസാന്തരപ്പെടാനും പറയുന്നില്ല. ആ സഭകൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഒന്ന് സ്മിർന സഭ. ആ സഭയെ സംബന്ധിച്ചിടത്തോളം ആ സഭയുടെ പ്രത്യേകത,
poor but the rich church. ആ സഭയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ 2:11 വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം. കർത്താവ് പറയുക, നിന്റെ ദാരിദ്ര്യം എനിക്കറിയാം. എന്നാൽ അങ്ങനെ പറഞ്ഞു തീർക്കാതെ അതോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ സമ്പന്നനാകുന്നു താനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരുപാട് പരിമിതിക്കുള്ളിലാണ് സ്മിർന സഭയും ദൈവമക്കളുമായിരിക്കുന്നത്. എന്നാൽ അവരുടെ സകല പരിമിതികളെയും കവിയുന്ന ആത്മീക സമ്പന്നതയിൽ ആ സഭയായിരുന്നു എന്നുള്ളതാണ് ആത്മാവിന് ആ സഭയെക്കുറിച്ച് പറയുവാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരിക്കാം, ജീവിതത്തിന്റെ തിരക്കുകൾ ഉണ്ടായിരിക്കാം, പട്ടണത്തിന്റെ പരിമിതികൾ ഉണ്ടായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ മക്കള്, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ സകല പരിമിതികൾക്കും അപ്പുറത്ത് നാം പുലർത്തുന്ന ആത്മീക സമ്പന്നതയുടെ അനുഭവം നമ്മിൽ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ഹല്ലേലൂയ. ഇന്നത്തെ സഭയുടെ അവസ്ഥ നേരെ മറിച്ചല്ലയോ? ലവോദിക്ക സഭ പറയുന്നത് പോലെ ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും കുറവില്ല എന്ന് അവര് പറയുമ്പോൾ ആത്മാവിന സഭയെക്കുറിച്ച് പറയുന്നത്, നീ ഇങ്ങനെ സമ്പന്നനെന്ന്, ഒന്നിനും കുറവില്ലാത്തവനെന്ന് പറയുമ്പോൾ തന്നെ നീ നിർഭാഗ്യവാനാണ്, നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്. ഇന്ന് പകലിന്റെ സമാപന വാക്കുകളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ മക്കളെ നമുക്ക് എന്താണ് പറയുവാനായിട്ടുള്ളത്? When we claim that we are rich in different aspects of our life, will the Lord say that you are so poor before me? ഞാനും നിങ്ങളും ഒരുപാട് സമ്പന്നത അനുഭവിക്കുന്ന മണ്ഡലങ്ങളെ കുറിച്ച് നീണ്ട സാക്ഷ്യം പറയുമ്പോൾ, അതല്ലയോ ഇന്നത്തെ പല സാക്ഷ്യങ്ങളും? നാട്ടിലൊക്കെ ചെന്ന് സാക്ഷ്യ സമയം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. പല പല കാര്യങ്ങളുടെ പൊതിക്കെട്ടഴിച്ച് പല കാര്യങ്ങളും ആളുകൾ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ ആത്മാവിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന്? സ്മിർന സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, നിന്റെ അനുഭവങ്ങളിൽ ദാരിദ്ര്യമുണ്ട്. You are poor in different areas, but you are rich too. നീ സമ്പന്നനാണ് താനും. ഓരോരുത്തരോടും ഇന്ന് പകൽ വളരെ വ്യക്തിപരമായി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ആത്മീക സമ്പന്നതയെക്കുറിച്ചുള്ള സാക്ഷ്യം നാം പറയാതെ സ്വർഗം അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരനുഭവത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ ദൈവമക്കളെ? Stop. And finally, ഓരോ ദൂതകളുടെയും അവസാനത്തിൽ the Lord is admonishing the churches. സഭകളോട് പ്രത്യേക പ്രബോധനങ്ങൾ, നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ വളരെ ശക്തമായി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. അതിൽ 5 സഭകളോടും പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക. Repent. 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 ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഒരു ബോധ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു അനുതാപത്തിന്റെ ആവശ്യകതയുണ്ടെന്ന്? How many of you truly believe that there are areas in my life where I need true repentance? പാസ്റ്റർ എന്താ അവിശ്വാസികളോടാണോ സംസാരിക്കുന്നത്? നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിക്കും. നോ, ഐ എം ഷുവർ ടു whom I am speaking. Repent, repent, repent. ഒരു ചിന്തകൻ ഇങ്ങനെയാണ് പറഞ്ഞത്, the depth of your repentance will decide the height of your revival. നമ്മൾ പലപ്പോഴും ഉണർവഹിക്കണമേ എന്നൊക്കെ പാടും. പാട്ട് മൂക്കുമ്പം
നമ്മളൊന്ന് ഉണരും, നമ്മളൊന്ന് തുള്ളും, ഇപ്പം അന്യഭാഷ പറയും. പാട്ട് തീരുമ്പോൾ നമ്മുടെ ഉണർവ് അവസാനിക്കും. പാട്ടിലും പള്ളിക്കകത്തും മാത്രം ഒതുങ്ങുന്ന ഒരു ഉണർവാണോ അതോ നിലനിൽക്കുന്ന ഒരു ആത്മീയ ഉണർവ് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിന്നിലും നിന്റെ സഭയിലും അത് വ്യാപരിച്ചിട്ട് ഈ മണ്ണിനെ മുഴുവൻ നിറയ്ക്കത്തക്ക നിലയിലുള്ള ഒരാത്മീയ ഉണർവായി അത് വ്യാപരിക്കുമെന്ന് അന്തരാത്മാവിൽ വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ, ദൈവത്തിൻ്റെ അഭിഷക്തന്മാര് ഇതിനകത്തുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ കോൺഫറൻസ് ഇങ്ങനെ അങ്ങ് അവസാനിച്ച പോരാ, ഒരു വലിയ ആത്മീയ ഉണർവാളി കത്തിക്കൊണ്ട് വേണം ഈ കോൺഫറൻസ് അവസാനിക്കാനായിട്ട്. അതിജ്വാലയുമായിട്ടായിരിക്കണം നമ്മളൊക്കെ ഓരോ സ്ഥാനങ്ങളിലേക്ക് കടന്നു പോകുവാനായിട്ട് ഇടയായി തീരേണ്ടത്. നമുക്കറിയാം, ശിംശോൻ ചെയ്ത ഒരു കലാപരിപാടി, പുള്ളിക്കാരനൊരു 300 കുറുക്കന്മാരെ പിടിച്ചല്ലേ, എന്നിട്ട് വാലോട് വാല് കൂട്ടിക്കെട്ടി അതിൻ്റെ ഇടയിലോട്ട് എന്തോ വെച്ച് കൊടുത്തു, പന്തം അങ്ങോട്ട് വെച്ച് കത്തിച്ചേച്ച് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതൊരു ആലങ്കാരികമായിട്ട് ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അറിവനുസരിച്ച് 300 ഒന്നുമല്ല, ഒരു 500-600 പേര് ഇവിടെ കൂടി വരുന്നുണ്ടല്ലേ. സ്വത്രം. ഓരോ പന്തം അങ്ങോട്ട് തമ്പുരാൻ വെച്ച് കത്തിച്ചേച്ച് പോകുന്ന വഴിക്കോട്ടങ്ങ് അങ്ങ് വിടാവുന്നുണ്ടെങ്കിൽ പോകുന്നിടമൊക്കെ കത്താതിരിക്കുമോ? ദൈവത്തിന് സ്വത്രം, സ്വത്രം, സ്വത്രം. ഹല്ലേലൂയ. കത്താൻ വേണ്ടി മാത്രമല്ല, കത്തിക്കാൻ വേണ്ടിയാണ് തമ്പുരാൻ നമ്മെ തിരഞ്ഞെടുത്തതെന്ന് ഇന്ന് പകൽ വിശ്വസിക്കണം. വിശ്വാസത്തോടെ ഏറ്റെടുക്കണം. The depth of your repentance will decide the height of your revival. മറ്റൊന്നുകൊണ്ടും ഒരു ഉണർവ് സത്യമല്ലോ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയും, വ്യക്തികൾ, സഭകൾ അനുതാപത്തോടെ ദൈവമുമ്പാകെ നെടുമ്പാട് വീഴുവാൻ തയ്യാറായാൽ കഴിഞ്ഞ തലമുറ കണ്ടതിനേക്കാൾ അതിശ്രേഷ്ഠമായ ആത്മീയ ഉണർവ് നമ്മുടെ തലമുറയിൽ ഉളവാകുമെന്ന് ഇന്ന് പകൽ ദൈവമക്കൾ വിശ്വസിക്കണം. സ്തോത്രം. Repent. 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 Revival will follow us. ഉണർവ് നമ്മെ അനുഗമിക്കും ദൈവമക്കളെ. സ്വത്രം. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യരായി നാം രൂപാന്തരപ്പെട്ട് നമ്മുടെ ചുവടുകളെ വയ്ക്കുമ്പോൾ നാം ഒന്നും ചെയ്തിട്ടല്ല ഉണർവ് നമ്മെ അനുഗമിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നാം വിശ്വസിക്കണം. Praise the Lord. സഭകളോട് പറയുകയാണ് repent. എന്നാൽ 2 സഭകളോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞില്ല. സ്മിർന സഭയോട് പറയുമ്പോൾ പറയുന്നത് മാനസാന്തരം ആവശ്യമില്ല, പക്ഷെ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്രിക്കറ്റിന്റെ ഈറ്റില്ലോ ആണല്ലോ. ചുമ്മാ ഒരു 20-20 ഗെയിം അല്ല, 4 മണിക്കൂർ കൊണ്ട് അടിച്ചു തീർക്കുന്ന പണിയല്ലെന്ന്. അല്ല, 1 ഡേ പരിപാടിയല്ല, ഒരു ദിവസം കൊണ്ട് അടിച്ചു തീരുന്ന പരിപാടിയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി 5 ദിവസം കൊണ്ട് തീരുന്ന ടെസ്റ്റും അല്ല. ആയുസ് പര്യന്തം വിശ്വസ്തരായിരുന്നെങ്കിൽ മാത്രമേ ജീവകിരീടത്തിന്റെ ഓഹരിക്കാരാകുമെന്ന് വിശ്വാസമുള്ള എത്ര ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ജീവിതത്തിൽ വിശ്വസ്തതയെ ഇന്ന് പകൽ അവലോകനം ചെയ്ത് നോക്കണം. അടുത്തത്, മനസ്സാന്തരപ്പെടാൻ
പറയാനിടമില്ലാത്ത ഫിലദൽഫിയ സഭയോടാണ് അഡ്മോണിഷൻ പറയുന്നത്. നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളണം. സ്തോത്രം. ഇതാ ഞാൻ വേഗം വരുന്നു. നിനക്കുള്ളത് നീ മുറുകെ പിടിച്ചുകൊള്ളണം. ഇതിനകത്ത് ഇന്ന് പകൽക്കാലമായിരിക്കുന്ന ദൈവമക്കള്, നാം ഏറ്റെടുത്തിട്ടുള്ള, ദൈവം നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ള ആത്മീക മൂല്യങ്ങളെ, അനുഭവങ്ങള് നാം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ആയുസ്സിന്റെ അവസാനത്തെ ശ്വാസം വരെ നിലനിന്നാൽ കർത്താവ് നമ്മോട് പറയുകയാണ്, ഞാൻ വരികയാണ്, നിന്റെ കിരീടം നിനക്ക് തരേണ്ടതിനായിട്ട്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിനോ നമ്മളോട് പറയുവാനുള്ളത്, നമ്മുടെ ട്രയൽസ്, നമ്മുടെ പരിശോധനകൾ, നമ്മുടെ പീഡനങ്ങൾ ഒക്കെ അവസാനിക്കാറായി ദൈവമക്കളെ. Our reward is so near. ഇന്ന് പകലെന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. നമുക്ക് ചെയ്യുവാനുള്ളത് എന്തെന്നറിയാമോ? വിട്ടുകളയേണ്ടതിനെ വിട്ടുകളഞ്ഞ്, മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ച്. ഉടുമ്പെന്ന് പറയുന്ന ഒരു ജീവിയെ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. അതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്, ഏതെങ്കിലും ഒരു പാറയിൽ അത് പിടിമുറുക്കിയാൽ അതിൻ്റെ ജീവൻ അവസാനിക്കാതെ അതതിൻ്റെ പിടിവിടത്തില്ല. ആരോഹകര് പോലും ഈ ജീവിയെ ഉപയോഗിച്ച് വലിയ പാറകളിലൊക്കെ അതിനെ എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് അതിൽ കെട്ടിയ കയറിൽ വലിഞ്ഞു കയറും. കാര്യം, അവർക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്, ഈ ഉടുമ്പ് ആ പിടിവിടണമെങ്കിൽ അത് ചത്ത് താഴെ വീഴണം, അല്ലാതെ അത് പിടിവിടത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് അങ്ങനെ ഒരു നിർണയവും ഒരു നിശ്ചയവും ഉണ്ടായിരിക്കണം. എൻ്റെ തൊണ്ടയ്ക്ക് ശ്വാസം അവശേഷിക്കുന്ന കാലം വരെ, എനിക്ക് ജീവനുള്ള നിമിഷം വരെ എൻ്റെ ആത്മീയ മൂല്യങ്ങള് വിടാതെ ഞാൻ മുറുകെ പിടിക്കുമെന്ന് ഇന്ന് പകൽക്കാല സമർപ്പണമുള്ള ദൈവത്തിൻ്റെ ജനം അതരം തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. നമുക്കുള്ളതിനെ മുറുകെ പിടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.